അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുമ്പ് ഞാൻ ചരട് ഉപയോഗിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ചരട് കൊണ്ട് ഞാനൊരു വീഡിയോ കുറച്ച് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ശത്രുവിനെ എങ്ങനെ ഇല്ലാതാക്കാം, ശത്രുവിൻ്റെ ദോഷം, ശത്രുവിൽ നിന്ന് വരുന്ന അക്രമം എങ്ങനെ നമുക്ക് തടയാം, ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തു. സുബ്ഹാനല്ലാഹ്, ആ വീഡിയോ ഒരുപാട് ആളുകൾ കണ്ടു. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്തു? ഉസ്താദുമാരുടെ നിർദ്ദേശം, ഉസ്താദേ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ ഒരുപാട് ദോഷങ്ങൾ ചെയ്തേക്കാം. മാത്രവുമല്ല, ഇത്തരം അമലുകളെ കൊണ്ട് നല്ലതിനേക്കാൾ ഉപരി ദോഷകരമായിട്ട് ആളുകൾ അത് ഉപയോഗിക്കും. അതുകൊണ്ട് ഉസ്താദ് ഈ വീഡിയോ ഡിലീറ്റ് ആക്കുന്നതാണ് നല്ലത് എന്നൊരഭിപ്രായമുണ്ട്. ഞാൻ ചിന്തിച്ചപ്പോൾ ശരിയാണ്, വേഗം ആ വീഡിയോ ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്തു. ഉസ്താദുമാരുടെ വാക്ക് മാനിച്ച് ഞാനത് ചെയ്തു. സുബ്ഹാനല്ലാഹ്, 2-3 ദിവസം കഴിഞ്ഞപ്പോൾ യൂട്യൂബിൽ മുഴുവൻ ചരട് കൊണ്ടുള്ള വീഡിയോ. എവിടെ നോക്കിയാലും ചരട്. എല്ലാ ആളുകളും ചരട് കൈ പിടിച്ചൊരു വീഡിയോ. ഒരു പ്രത്യേക ഇജാസത്ത് പ്രകാരം ഒരു കാര്യപ്പെട്ട ഒരാളിൽ നിന്നും കിട്ടിയ ഒരു അമലായിരുന്നു എനിക്കത്. ഇതിനു മുമ്പ് ഞാൻ യൂട്യൂബിൽ നിന്നല്ല എവിടെയും അത്തരമൊരു അമൽ ഒരാൾ ചെയ്തു കൊടുക്കണം കണ്ടിട്ടില്ല. കാരണം അത് എന്നിലേക്ക് എത്തിയ വഴി അങ്ങനെയായിരുന്നു. പക്ഷെ ഞാനിത് യൂട്യൂബിൽ ഈ അമലിട്ടതോടുകൂടി പിന്നെ എല്ലാവരും ചരടും കൊണ്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങി. ഒരുപാട് പാവപ്പെട്ട ഉമ്മമാരത് കണ്ടു. ചില ആളുകൾക്ക് തിരിച്ചടിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞു കൊടുത്തതുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല, അല്ലാഹു അഅലം. ഞാൻ പറഞ്ഞു കൊടുത്ത അതേ അമല് സെയിം, അതിന്ന് ഓതുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെടുത്തിയിട്ടൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ ആ അമലൊന്നിടണം എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ഉസ്താദുമാരിൽ നിന്നും കിട്ടിയ നിർദ്ദേശപ്രകാരം ഞാൻ ആ അമൽ പിന്നിടാൻ പാടില്ലല്ലോ. ഇൻഷാ അല്ലാഹ് അങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ചരട് ഉപയോഗിച്ച് നല്ല ഒരു അമൽ പറഞ്ഞുതരാൻ പോവാണ്. ശ്രദ്ധിച്ച് കേട്ടോളി. ഒരു ചരട് ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു അമൽ ചെയ്യാം. നിങ്ങൾക്കറിയാം, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനു ശരീഫ്, ഖുർആന് കൊണ്ട് പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല. ഉണ്ടോ? ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഖുർആൻ എല്ലാത്തിനും പരിഹാരമാണെന്ന് പറയും. പക്ഷെ ഇതെങ്ങനെ ഉപയോഗപ്പെടുത്തണം, അത് എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് അത് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ, ഞാൻ ഇടുന്ന ഒട്ടുമിക്ക അമലും ഖുർആനും അതല്ലെങ്കിൽ അസ്മാഉൽ ഹുസ്നയും അതല്ലെങ്കിൽ ഖുർആനിൽ ഉള്ള അദദുകളൊക്കെ എടുത്തിട്ട്, ആയത്തുകളുടെ അക്കങ്ങളൊക്കെ എടുത്തിട്ടുള്ള അദദുകളൊക്കെ എടുത്തിട്ടുള്ള അമലാണ് ഞാൻ കൂടുതലും ആളുകൾക്ക് പങ്കുവച്ചിട്ടുള്ളത്. ഒരുപാട് ആളുകൾ വീഡിയോ കാണുന്നു, ചെയ്യുന്നു. ചില ആളുകൾക്ക് ഫലം കിട്ടുന്നു, അൽഹംദുലില്ലാ. ചില ആളുകൾക്ക് ഫലം കിട്ടുന്നില്ല, അവർ വീണ്ടും ചെയ്യുന്നു. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, ഒരു ചരട് ഉപയോഗിച്ച് നമുക്ക് നല്ല ഒരു അമല് ചെയ്യാം. ഈ അമല് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമലിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞുതരാം. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. ഇബാദത്തുകളെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയുന്നില്ല. നിസ്കാരം ഖളായി പോകും. ഔറാദുകളെ കൊണ്ട്, ദിക്ർ സ്വലാത്തുകളെ കൊണ്ട് നമ്മുടെ റൂമും നമ്മുടെ വീടും ധന്യമാക്കി ഭയങ്കരമായിട്ട് ദിക്റും സ്വലാത്തും ചൊല്ലി നടക്കാൻ നമുക്ക് കഴിയണില്ല, നേരം കിട്ടണില്ല, മടിയുമാണ്. ആദ്യകാലങ്ങളിലൊക്കെ നമ്മുടെ ഉമ്മമാരും ഉപ്പമാരൊക്കെ വല്ലാതെ ഇത് ഔറാദുകൾ കൊണ്ട് നടന്നിരുന്നു. ഇന്ന് വളരെ കുറവാണത്. അതുകൊണ്ട് തന്നെ പിശാചിൻ്റെ വലയം നമുക്ക് ചുറ്റും വളരെ കൂടുതലാണ്. ഞാൻ ഈ ചരട് കൊണ്ടുള്ള അമല് പറഞ്ഞു തരാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. എൻ്റെ വീഡിയോ കാണുന്നവർ മുഴുവനായിട്ട് കാണുക. അവിടെയും ഇവിടെയും കണ്ടിട്ട് സംശയം ചോദിക്കരുത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെങ്കിൽ മാത്രം നിങ്ങൾ കാണുക. അപ്പോഴേ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുള്ളൂ. ഒരു നല്ല വീതിയും നീളവുമുള്ള ചരടെടുക്കുക. ഈ ചരട് നമുക്ക് 11 കെട്ട് കെട്ടണം. ശ്രദ്ധിച്ച് കേട്ടോളി, 11 കെട്ട്. മറ്റുള്ളവരുടെ ഉപദ്രവം നമുക്ക് വരാതിരിക്കാനും ശത്രുവിൻ്റെ ശത്രുതയിൽ നിന്നും കാവൽ നേടാനും
സിഹർ, കണ്ണേറ് നമ്മിലേക്ക് അടുക്കാതിരിക്കാനും ഒരു രക്ഷ. അപ്പം ഈ ചരട് കൊണ്ടാണോ രക്ഷ? ചരടിന് അവിടെ ഒരു പ്രാധാന്യമില്ല. അപ്പം പിന്നെ എന്തിനാ പ്രാധാന്യം? നമ്മൾ അതിൽ ഓതുന്ന ഖുർആനിൻ്റെ ഓരോ അറഫുകൾക്കും ഓരോ ആയത്തുകൾക്കുമാണ് പ്രാധാന്യം. മനസ്സിലായോ? നമ്മൾ വിളിക്കുന്നത് ആരെയാണ്? റബ്ബിനെയാണ്. നമ്മൾ ഓതുന്നത് എന്താണ്? ഖുർആനാണ്. മനസ്സിലായോ? ഈ ചരട് ഇവിടെ ഒരു സബബ്, കാരണം മാത്രമേ ആകുന്നുള്ളൂ. ഇനി ഇതിൻ്റെ അടിയിൽ കമൻ്റ് വരും, എടോ ചരടിൽ ഊതുന്നവരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്, ചരടിൽ കെട്ടുന്നവനെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്കും അറിയാം. ചരടിൽ ഏത് ഊത്താണ് ആ ഊത്ത് എന്നും ഏത് ചരട് കൊണ്ട് മന്ത്രങ്ങൾ കെട്ടുന്നവരെയാണ് അള്ളാഹു ശപിച്ചിട്ടുള്ളത് എന്നും കൂടെ നിങ്ങൾ കമൻറ്റിൽ എഴുതണം. ഇൻഷാ അല്ലാ ഞാൻ അമൽ പറഞ്ഞു തരട്ടെ. ഒരു ചരടെടുക്കുക, നല്ല നിയ്യത്തോടുകൂടി നല്ല ഒതു എടുക്കുക, നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, ഖിബിലക്ക് മുന്നിട്ടിരിക്കുക, 2 റക്അത്ത് ഖളാഹുൽ ഹാജത്ത് നിസ്കരിക്കുക. ഖിബിലക്ക് മുന്നിട്ടിരുന്ന് നല്ല ശുദ്ധിയോടുകൂടി നല്ല റാഹത്തോടുകൂടി ഒരു 10 സ്വലാത്ത് അങ്ങോട്ട് ചെല്ലുക. ചരടിലൊന്നും ചെയ്യണ്ട, ചരടയുടെ കയ്യിൽ പിടിക്കുക, ഈ പറഞ്ഞതൊക്കെ ചെയ്യാം. ബിസ്മില്ലാ ഒരു 10 സ്വലാത്തില്ല, ഒരു 10 അൽഹംദുലില്ലാ പറയാം. അള്ളാഹ്ക്ക് നന്ദി ചെയ്യുക, അള്ളാഹ്ക്ക് നന്ദി കൊടുക്കുന്ന നന്ദിയുടെ ശുക്ർ ചെയ്യുക, സുജൂദ് ചെയ്യുക, അൽഹംദുലില്ലാ പറയാം. അതൊക്കെ കഴിഞ്ഞിട്ട് ചരടെടുക്കുക. ചരടിൻ്റെ ഏറ്റവും നടുവിലായിട്ട് ഒരു കെട്ട് കെട്ടുക. ഏറ്റവും നടുവിൽ ഒരു കെട്ട് കെട്ടുക. കെട്ട് മുറുക്കാൻ പാടില്ല. കെട്ട് കെട്ടിയിട്ട് പകുതി അവിടെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് എന്ന് പറയുന്ന സൂറത്തുൽ ഫലഖ് വല്ലാത്ത ഒരു സംഭവമാണ് സൂറത്തുൽ ഫലഖ്. അതിൻ്റെ മഹത്വം അറിഞ്ഞ പിന്നെ നമുക്ക് മറ്റൊരു സൂറത്ത് നമ്മൾ ഓതൂല, അത്രയും പവറാണ് സൂറത്തുൽ ഫലഖ്. സൂറത്തുൽ ഫലക്കിൻ്റെ പവിത്രതയും പവറും മനസ്സിലാക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ അവൻ സൂറത്തുൽ ഫലക്ക് ഓതാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. അതാണ് സൂറത്തുൽ ഫലക്ക്. വളരെ നിസ്സാരമായി നമ്മൾ തള്ളിക്കളയുന്ന ചെറിയ സൂറത്താണ് സൂറത്തുൽ ഫലക്ക്. സൂറത്തുൽ നാസ് അല്ലേ? എന്താണ് അതിൻ്റെ ശ്രേഷ്ഠത എന്നറിയോ നിങ്ങൾ? വലിയ മഹത്വമുണ്ടതിന്, വലിയ പവറുണ്ട്. സാഹിര്യങ്ങളെ സിഹിറിനെ തൊട്ടും ഐനിനെ തൊട്ടും ഒരുപാട് കാവൽ നമുക്ക് തരുന്ന സൂറത്താണത്. ശരിക്കും ഈ സൂറത്തുൽ ഫലക്കിൻ്റെ റിയാദ വീട്ടാനൊക്കെ കഴിഞ്ഞാണ്ടല്ലോ വലിയ ഭാഗ്യമാണ്. പക്ഷെ കുറേ പ്രയാസമാണത്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ സൂറത്തുൽ ഫലക്ക് നിങ്ങൾ പാരായണം ചെയ്യുക. ആ കെട്ടിനുള്ളിൽ എന്ത് ചെയ്യുക? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഒരു കെട്ട്. ആ ഖുർആൻ്റെ ആയത്തുകളെ ഓതിയിട്ട് അതിനുള്ളിലൊരു കെട്ട് കെട്ടുക. വലത്തെ ഭാഗത്ത് അതിനോട് ചാരിയിട്ട് ഒരു 5 കെട്ട് വലത്തോട്ട്, ഇടത്തോട്ട് ഇതിനോട് ചാരിയിട്ട് ഒരു 5 കെട്ട്, ഒക്കെ സൂറത്തുൽ ഫലക്ക്. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. 4 ദിവസം 5 ദിവസം കഴിഞ്ഞാൽ ഇനി യൂട്യൂബിൽ ഫുൾ സൂറത്തുൽ ഫലക്കിൻ്റെ ചരട് കൊണ്ടുള്ള പരിപാടിയൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അമലിട്ടപ്പോൾ അങ്ങനെ ഉണ്ടായത്. ഞാനൊരു ചരട് കൊണ്ടൊരു അമലിട്ടപ്പോൾ എന്തിന് പല താത്താമാരടക്കം ചരട് കൊണ്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ചെയ്തോട്ടെ, നമ്മളതിനെതിരല്ല. പക്ഷേ ഓരോ അമലും ഓരോന്നിനും ഓരോ പവിത്രതയുണ്ട്, അതിന് ഓരോ എഫക്റ്റ് ഉണ്ട്. ചെയ്ത് കൊടുക്കാൻ പറയുന്ന ആളുകൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തരുമ്പോൾ അത് എനിക്കൊരു സമ്മതം ഉണ്ടാവും. ആ സമ്മതത്തോടെ ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ അതിൻ്റെ എന്ത് ബുദ്ധിമുട്ട് വന്നാലും അത് ഞാൻ എന്താവണം? ഏൽക്കണം. അങ്ങനെയാണ് ഉസ്താദുമാരോടൊക്കെ ചോദിച്ചാൽ അറിയും. ഇജാസത്ത് റിയാദ വീട്ടാന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ പിന്നിൽ. വലിയ ഭാരമില്ലാത്ത ഇലക്കും മുള്ളിനും കേടില്ലാത്ത അമലുകളാണ് യൂട്യൂബിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്.
കടിച്ചാൽ പൊട്ടാത്ത കനകപ്പെട്ട ഒരുപാട് അമൽ ബാക്കിൽ വേറെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അതൊന്നും യൂട്യൂബിലൂടെ പബ്ലിക്കായിട്ട് പറഞ്ഞുതരാൻ പറ്റാത്ത ഒരുപാട് അമലുകളുണ്ട്. അത് നിങ്ങൾക്ക് ചെയ്യാനും പറ്റില്ല. അതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ട് ഒറ്റയടിക്ക് യൂട്യൂബിൽ കാണുന്ന എല്ലാ അമലും ചെയ്യുന്ന പോലെ അങ്ങനത്തെ അമലൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ചെയ്യാൻ, ഒരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന അമലുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ സൂറത്തുൽ ഫലക്ക് പാരായണം ചെയ്യുക. വലത്തോട്ട് 5, ഇടത്തോട്ട് 5, നടുവിലൊരെണ്ണം, മൊത്തം 11 കെട്ട്. ഈ കെട്ട് ഇങ്ങനെ കെട്ടി ഈ ചരട് ഒന്ന് കയ്യിൽ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിലേക്ക് എന്ത് ചെയ്യുക, നല്ല ആത്മാർത്ഥമായി മനസ്സറിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ബാക്കി ഖുൽ ഹുവല്ലാഹു അഹദ് 3 പ്രാവശ്യം, പിന്നെ ഫലക്ക് 3 പ്രാവശ്യം, പിന്നെ നാസ് സൂറത്ത് 3 പ്രാവശ്യം. അത് സെപ്പറേറ്റ് ആണ്. ഈ ഫലക്ക് ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ ഓതുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ് ഓതുന്നത്. ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് 3 തവണ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് 3 തവണ, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 3 തവണ. ഇത്രയും ഊതിയതിന് ശേഷം ഈ ചരട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. എങ്ങനെ ഉപയോഗപ്പെടുത്താം? അരയിൽ കെട്ടാം, മനസ്സിലായോ? അതല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ കൊണ്ട് നടക്കാം, തലയിണയുടെ അടിയിൽ വെക്കാം, പേഴ്സിൽ വെക്കാം, എങ്ങനെയും പറ്റും. അല്ലാഹു നിങ്ങൾ അതിൽ ഓതിയ ഖുർആനിൻ്റെ ഹറഫുകളുടെ ബർക്കത്ത് കൊണ്ട്, ആ സൂറത്തുൽ ഫലക്കിൻ്റെ ബർക്കത്ത് കൊണ്ട് നിങ്ങളിലേക്ക് വരുന്ന ഷെറിനെ അല്ലാഹു തടുക്കും. മറ്റുള്ളവൻ്റെ കണ്ണ്, നാവ്, സിഹർ ഒക്കെ അവിടെ ബ്ലോക്ക് ചെയ്തിടും. ഇൻഷാ അല്ലാഹ് ഒന്ന് ചെയ്തു വെച്ച് നോക്കി. വല്ലാതെ പ്രയാസപ്പെടുന്ന രോഗങ്ങൾ, പൈശാചികമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പ്രയാസപ്പെടുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഇങ്ങനെ ഒന്ന് ചെയ്തിട്ടൊന്ന് കെട്ടി വെച്ച് നോക്കാണ്. ഒന്നങ്ങനെ ചെയ്ത് നോക്കാണ്. ഇങ്ങനത്തെ പ്രയാസപ്പെടുത്തുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് കെട്ടി കൊടുത്തു നോക്കാണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിന് മാറ്റം കിട്ടുന്നതായിട്ട് കാണാം. പെട്ടെന്ന് നിങ്ങൾക്ക് അതിന് മാറ്റം കിട്ടും. അത് നിങ്ങൾക്ക് കാണാം. ഇൻഷാ അല്ലാഹ് ആവശ്യക്കാർക്ക് ഉപയോഗപ്പെടട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. ബാഡ് കമൻറ്റ് പറയുന്നവർ അവിടെ പറയട്ടെ. ആവശ്യക്കാർ ഉപയോഗിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതുപോലെ കുരുമുളക് ഉപയോഗിച്ചൊരു അമൽ പറയാനുണ്ട്. അടുത്ത വീഡിയോ അതാണ്. കുറച്ച് മുമ്പ് നമ്മൾ കുരുമുളക് കൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾക്ക് ഫലം കിട്ടി. അതേപോലെ കുരുമുളക് ഉപയോഗിച്ച് മറ്റൊരു അമൽ കൂടിയുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്കത് പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.